റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന ആ സെയിം ടേസ്റ്റിലുള്ള മസ്റ്റർഡ് സോസ് ഒട്ടും തന്നെ കയ്പില്ലാതെ തയ്യാറാക്കാനുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് വേണോ? അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു 1/4 കപ്പ് യെല്ലോ മസ്റ്റാർഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് മൂത്തൊന്നും പോകണ്ട. ഇതിൻ്റെ പച്ചമണമൊന്നും പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഏകദേശം 1 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു നല്ലൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ഗ്രാമ്പു, 1 നുള്ള് ജാതിക്കായ, 1/4 ടീസ്പൂൺ പാപ്രിക്ക, അതില്ലാത്തവർക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, അതില്ലാന്നുണ്ടെങ്കിൽ 1-2 അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ അണിയൻ പൗഡർ, അതില്ലെങ്കിൽ ഒരു ചെറിയ പീസ് സവാള ചേർത്ത് കൊടുക്കാം. 1 നുള്ള് സിന്നമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലൊരു ഫൈൻ പൗഡറാക്കി നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ മസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു മഞ്ഞ കളറാണ് ഈ ഒരു മിക്സിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മിക്സ് ഒരു സോസ് പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു തിക്നിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. നമ്മളിതിൽ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കാം. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞൊന്നും പോകാതെ കിട്ടാനാണ്. ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് കുറുകി പോകണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അതായത് നമുക്കിങ്ങനെ ഒഴിക്കാനായിട്ട് പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മസ്റ്റർഡ് സോസിനുണ്ടാകുന്ന കയ്പ്പ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടിപ്പാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ഈ മസ്റ്റർഡ് സോസ് ആവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്വീസ് ബോട്ടിലോ എന്തിലെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് 2-3 മാസം വരെ കേടാകാതിരിക്കുന്നതിന് മസ്റ്റർഡ് സോസാണ്. നിങ്ങൾ സാൻഡ്വിച്ചസോ അല്ലെങ്കിൽ ബർഗറോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോഴും ഇതൊന്ന് 1 സ്പൂൺ ഒന്ന് ചേർത്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ മസ്റ്റർഡ് സോസ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. വേറെ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.